പ്രിയപ്പെട്ട കുട്ടികളെ, മലയാളം മധുരതരത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 9ാം തരം അടിസ്ഥാന പാഠാവലി 1ാം യൂണിറ്റിലെ മണൽക്കൂനകൾക്കിടയിലൂടെ എന്ന പാഠമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. മലയാളത്തിലെ പ്രശസ്ത നോവലിസ്റ്റും ചെറുകഥാകൃത്തുമായ ശ്രീ ബെന്യാമിന്റെ ആടുജീവിതം എന്ന നോവലിലെ ചെറിയൊരു ഭാഗമാണ് നമ്മുടെ പാഠഭാഗം. കുട്ടികളെ, നമ്മൾക്കാദ്യം എഴുത്തുകാരനെ പരിചയപ്പെടാം. ബെന്യാമിൻ. പത്തനംതിട്ട ജില്ലയിലെ കുളനട സ്വദേശിയായ ശ്രീ ബെന്യാമിന്റെ യഥാർത്ഥ നാമം ബെന്നി ഡാനിയേൽ എന്നാണ്. പ്രവാസിയായ ഇദ്ദേഹം ബഹ്റൈനിലാണ് താമസിക്കുന്നത്. അക്കപ്പോരിന്റെ 20 നസ്രാണി വർഷങ്ങൾ, ആടുജീവിതം, മഞ്ഞവെയിൽ മരണങ്ങൾ, മുല്ലപ്പൂ നിറമുള്ള പകലുകൾ, മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ, മൾബറി, എന്നോട് നിന്റെ സോർബയെക്കുറിച്ച് പറയൂ എന്നിവ പ്രധാന നോവലുകളാണ്. യുത്തനേസിയ, പെൺമാറാട്ടം, EMSഉം പെൺകുട്ടിയും, മനുഷ്യൻ എന്ന സഹജീവി എന്നിവ കഥാസമാഹാരങ്ങളുമാണ്. അബുദാബി മലയാളി സമാജം കഥാപുരസ്കാരം, അബുദാബി ശക്തി അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ്, പത്മപ്രഭ പുരസ്കാരം, വയലാർ അവാർഡ് തുടങ്ങി ധാരാളം പുരസ്കാരങ്ങൾ ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ ഏറ്റവും ജനപ്രീതി ആർജിച്ച നോവലാണ് ആടുജീവിതം. ഈ നോവലിന് വിവിധ ഭാഷകളിൽ പരിഭാഷകൾ ഉണ്ടായിട്ടുണ്ട്. പ്രശസ്ത സംവിധായകൻ ബ്ലസ്സിയുടെ സംവിധാനത്തിൽ 2024 ആടുജീവിതം സിനിമയായും നമ്മൾക്ക് മുന്നിൽ എത്തിയിരുന്നു. കൂട്ടുകാർ ആ സിനിമ കണ്ടിരിക്കും. വളരെ മികച്ച ഒരു സിനിമയായിരുന്നു അത്. കുട്ടികളെ, പാഠത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രവേശകം ഒന്ന് ശ്രദ്ധിക്കൂ. വഴിയോര കാഴ്ചകൾ കഴിയുന്നു, ഇരുൾ വീഴും വഴികളിൽ ആരുടെ കാലൊച്ച. കുട്ടികളെ, മുൻപത്തെ ക്ലാസ്സിൽ നാം പലതരം യാത്രകളെക്കുറിച്ച് പറഞ്ഞിരുന്നു. ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ യാത്ര ചെയ്യുന്നത് അവരുടെ നിലനിൽപ്പിനും അതിജീവനത്തിനും വേണ്ടിയാണ്. വഴിയോര കാഴ്ചകൾ കഴിയുന്നു എന്നത് ജീവിതത്തിലെ സുഖകരമായ സാഹചര്യങ്ങൾ അവസാനിക്കുന്നു എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. നിലനിൽപ്പിനും അതിജീവനത്തിനും വേണ്ടിയുള്ള യാത്രകൾ പ്രതിസന്ധികളും ഏകാന്തതയും നിറഞ്ഞതായിരിക്കും. ഇരുൾ നിറഞ്ഞ, കഷ്ടപ്പാടുകൾ നിറഞ്ഞ ആ യാത്രയിൽ വെളിച്ചം കൊണ്ടുവരാൻ ആരെങ്കിലും എത്തുമോ എന്നാണ് ഈ വരികളിലെ ചോദ്യം. ഈ ചോദ്യം യഥാർത്ഥത്തിൽ രൂപപ്പെട്ടിരിക്കുന്നത് മനുഷ്യന്റെ ഉള്ളിലെ പ്രത്യാശയിൽ നിന്നാണ്. അത്തരത്തിൽ പ്രത്യാശ മുറുകെ പിടിച്ച നജീബിന്റെ കഥയാണ് ആടുജീവിതം. കുട്ടികളെ, വരൂ, നമ്മൾക്ക് കഥ വായിക്കാം. കഥ എന്തിനാണ് വായിക്കുന്നത്, അത് ചുരുക്കി പറഞ്ഞാൽ പോരെ എന്നൊരു സംശയം നിങ്ങൾക്കുണ്ടായിരിക്കും. നിങ്ങൾ പറയുന്നതാണ് ഏറ്റവും എളുപ്പമുള്ള കാര്യം. എന്നാൽ ചോദ്യപേപ്പറുകളിൽ പാഠഭാഗങ്ങളിലെ ഏതെങ്കിലും പ്രസ്താവനകളോ വരികളോ തരും. ആശയം മാത്രം മനസ്സിലാക്കി പരീക്ഷാ ഹാളിലേക്ക് പോകുന്ന നമ്മൾക്ക് ആകെ ആശയക്കുഴപ്പമാകും. അതൊഴിവാക്കുവാനാണ് പാഠഭാഗം വായിക്കുന്നത്. നാട്ടിൽ മണൽവാരൽ തൊഴിലാളിയായിരുന്നു നജീബ്. ജീവിത പ്രയാസങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ ഏറെ പ്രതീക്ഷകളോടെ ഗൾഫിലേക്ക് പോകാൻ ഒരുങ്ങുന്നു. കൂടെ പരിചയക്കാരനായ ഹക്കീമും. ബോംബെ വഴി സൗദി അറേബ്യയിലേക്ക് പുറപ്പെടുന്ന അവർക്ക് അയൽക്കാരനായിരുന്ന ശശി ബോംബെയിൽ വെച്ച് എല്ലാ സഹായവും ചെയ്തു കൊടുക്കുന്നു. റിയാദിൽ വിമാനം ഇറങ്ങിയ അവർ എയർപോർട്ടിൽ ഏറെ നേരം അർബാബിനെ കാത്തിരുന്നു. ഇതിനിടയിൽ അവിടെ എത്തിയ ആൾ തങ്ങളുടെ അർബാബാണെന്ന് കരുതി രണ്ടുപേരും അയാൾക്കൊപ്പം പോകുന്നു. ഏറെ പ്രതീക്ഷകളോടെ റിയാദിലെത്തിയ നജീബും ഹക്കീമും തങ്ങളുടെ അർബാബാണെന്ന്, തങ്ങളുടെ സ്പോൺസറാണെന്ന് തെറ്റിദ്ധരിച്ച് ഒരു അർബാബിനൊപ്പം പോകുന്നതാണ് കഥാസന്ദർഭം. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പഴക്കം ചെന്ന ഒരു വണ്ടിയായിരുന്നു എൻ്റെ അർബാബിൻ്റേത്. ഡോറും ബോണറ്റും ടോപ്പും ഒക്കെ പെയിന്റ് ഇളകി തുരുമ്പ് പിടിച്ചിരിക്കുന്നു. ഡോറുകളുടെ ലോക്ക് നഷ്ടപ്പെട്ട് കയറുകൊണ്ട് കെട്ടിവച്ചിരിക്കുകയാണ്. സീറ്റിന്റെ കുഷ്യനിളകി സ്പ്രിങ്ങുകൾ വെളിയിൽ കാണാമായിരുന്നു. വണ്ടിക്ക് അടുത്തെത്തിയതും അർബാബ് എന്റെ ബാഗ് തട്ടിപ്പറിച്ച് വണ്ടിയുടെ പിറകിലെ തുറന്ന ഭാഗത്തേക്ക് ഒരേറു വെച്ചു കൊടുത്തു. അർബാബ്, എന്റെ ഉമ്മ തന്നയച്ച മീനച്ചാർ, എന്റെ സൈനുവിന്റെ നാരങ്ങ അച്ചാർ. എന്റെ ചങ്കു പൊള്ളിപ്പോയി. ഹക്കീമിന്റെ ബാഗ് തട്ടിപ്പറിക്കുന്നതിനു മുൻപ് അവൻ അത് ഓടിക്കൊണ്ടുപോയി പിറകിൽ വെച്ചു. അവന്റെ കയ്യിൽ അച്ചാറും വെളിച്ചെണ്ണയും അടക്കം കുപ്പി ഐറ്റംസ് കുറേയേറെ ഉണ്ടായിരുന്നു. അർബാബ് ഡ്രൈവർ വശത്തെ വാതിൽ തുറന്ന് സീറ്റിലേക്ക് ചാടിക്കയറിയിരുന്നു.
സത്യത്തിൽ ഡ്രൈവറെ കൂടാതെ മറ്റൊരാൾക്കു കൂടി ഇരിക്കാനുള്ള സ്ഥലമേ ക്യാബിന്റെ ഉള്ളിലുള്ളൂ. ഞാനും ഹക്കീമും കൂടി? ആ, എങ്ങനെയെങ്കിലും ഞെക്കി ഞെരുക്കിയിരിക്കാം. ഞാൻ മറുഡോർ തുറക്കാൻ ആഞ്ഞതും അർബാബ് എന്തോ ഒന്ന് അലറി. ഞാൻ ഞെട്ടി പിറകോട്ടു മാറി. അർബാബ് പിറകിലേക്ക് കൈ ചൂണ്ടി. ഒന്നും മനസ്സിലാവാതെ ഞങ്ങൾ ഡോറിൽ പിടിച്ചു തന്നെ നിന്നു. അർബാബ് പിന്നെയും കൈ ചൂണ്ടി യാ അല്ലാ എന്ന് അലറി. പിന്നെ കോപത്തോടെ വാതിൽ തുറന്നിറങ്ങി വന്ന് എന്റെ കൈ പിടിച്ച് പിന്നിലേക്ക് കൊണ്ടുപോയി പിറകുവശത്തെ തുറന്ന ക്യാബിനിലേക്കു തള്ളി. അതുകൊണ്ട് ഹക്കീം അവിടേക്ക് ചാടിക്കയറി. അർബാബ് തിടുക്കത്തിൽ ചെന്ന് വണ്ടി സ്റ്റാർട്ടാക്കി ഓടിച്ചുപോയി. കുട്ടികളെ, നജീബിനെയും ഹക്കീമിനെയും കൂട്ടിക്കൊണ്ടുപോകുന്ന അർബാബ് അസ്വസ്ഥനായാണ് കാണപ്പെടുന്നത്. അനാവശ്യമായ തിടുക്കവും അലറലുമൊക്കെയാണ് ഈ ഭാഗത്ത് അർബാബ് കാണിക്കുന്നത്. വണ്ടിയുടെ പിൻഭാഗത്ത് 2-3 വലിയ അലുമിനിയം പാത്രങ്ങളും കുറച്ച് പുല്ലും കുറെ ചാക്കുകെട്ടുകളും ഉണ്ടായിരുന്നു. സൈഡിലെ അഴിയിൽ പിടിച്ച് വല്ല വിധേനയും ഞങ്ങൾ അവിടെ ഇരുന്നു. ഏതോ പുരാതന ലോകത്തു നിന്നും ഇറക്കിക്കൊണ്ടുവന്നതുപോലെ പഴഞ്ചനായിരുന്നെങ്കിലും വണ്ടിക്ക് നല്ല സ്പീഡുണ്ടെന്ന് തോന്നി. അതിന്റെ ഇരമ്പലും ചിലക്കലും മാത്രമായിരുന്നു അതികഠിനം. എന്നാൽ എയർപോർട്ട് വഴിവിട്ട് പ്രധാന നിരത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് അതിന്റെ ശരിക്കുമുള്ള വേഗം എനിക്ക് ബോധ്യപ്പെട്ടത്. 100 കണക്കിന് വാഹനങ്ങൾ അതിനെ നിർദാക്ഷിണ്യം പിന്തള്ളിക്കൊണ്ടിരുന്നു. അത് ആകെ പിന്തള്ളുന്നത് സ്വന്തം പുകക്കുഴൽ ഊതിവിടുന്ന കരിമ്പുക മാത്രം. ഗൾഫിന്റെ വീഥികളിലൂടെയുള്ള എന്റെ ആദ്യ യാത്ര. അതിങ്ങനെ തുറന്ന വണ്ടിയിൽ ആയത് എന്നെ കുറച്ച് വേദനിപ്പിച്ചെങ്കിലും കൂടുതൽ സന്തോഷിപ്പിക്കുകയാണ് ചെയ്തത്. വഴിയുടെ ഇരുഭാഗത്തുമുള്ള നീളൻ കെട്ടിടങ്ങളുടെയും പ്രഭാപൂരത്തിന്റെയും കാഴ്ചയത്രയും അതിന്റെ മനോഹാരിത തെല്ലും ചോരാതെ കാണാൻ അതുകൊണ്ട് മാത്രം എനിക്ക് കഴിഞ്ഞു. അർബാബിനൊപ്പം മുൻസീറ്റിലാണ് ഞാൻ ഇരുന്നതെങ്കിൽ എനിക്ക് ഗൾഫിനെ അതിന്റെ പൂർണ്ണതയിൽ ഇങ്ങനെ കാണാൻ കഴിയുമായിരുന്നോ? വഴിയിൽ രാത്രി പിറന്നിരുന്നതുകൊണ്ട് മറ്റു വാഹനങ്ങളിൽ സഞ്ചരിക്കുന്ന ആർക്കും ഞങ്ങളെ കാണാനും കഴിയുമായിരുന്നില്ല. എത്ര നേരം ആ പിന്നിലിരിപ്പ് യാത്ര നീണ്ടെന്ന് എനിക്ക് തന്നെ നിശ്ചയമില്ല. ഹക്കീമിന് ഒട്ടുമേ നിശ്ചയമുണ്ടായിരുന്നിരിക്കില്ല. നഗരത്തിന്റെ പ്രഭാപൂരം പതിയെ അസ്തമിക്കുകയായിരുന്നു. നീളൻ പാതകൾ നഗരം വിട്ടൊഴിയുന്നത് ഞാൻ അറിഞ്ഞു. ഞങ്ങളെ കടന്നുപോകുന്ന വാഹനങ്ങളുടെ എണ്ണവും കുറഞ്ഞു. വെളിച്ചമെന്നത് തെരുവിൽ ഇടവിട്ട് തെളിയുന്ന നിയോൺ വെളിച്ചം മാത്രമായി. കുറെ നേരം കൂടി കഴിഞ്ഞപ്പോൾ യാത്ര നീളൻ പാതകൾ ഉപേക്ഷിച്ച് ഇടവഴിയിലേക്ക് തിരിയുന്നത് ഞാൻ അറിഞ്ഞു. പ്രകാശമെന്നത് അപ്പോൾ വളരെ അകലെ അകലെ വരുന്ന വിളക്കുകാലുകൾ മാത്രമായി. ഇടയ്ക്കെപ്പോഴോ നോക്കിയപ്പോൾ ഹക്കീം ആ ചാരിയിരിപ്പിൽ ഉറങ്ങിക്കഴിഞ്ഞിരുന്നു. നല്ല യാത്രാക്ഷീണം കാണും, ഉറങ്ങിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. യാത്ര ഇടവഴികൾ വിട്ട് മൺപാതയിലേക്ക് പ്രവേശിക്കുന്നത് ഞാൻ അറിഞ്ഞു. അപ്പോൾ പ്രകാശം പൂർണ്ണമായി ഇല്ലാതായി കഴിഞ്ഞിരുന്നു. പിന്നെ അന്ധകാരം മാത്രം. പൊടിപടലം പറത്തിക്കൊണ്ട് ആ വാഹനം മണൽക്കൂനകൾക്കിടയിലൂടെ ഓടിക്കൊണ്ടേയിരുന്നു. കുട്ടികളെ, പ്രകാശമാനമായ ജീവിതത്തിൽ നിന്നും പൂർണ്ണമായ ഇരുളിലേക്കാണ് ഈ യാത്ര നീളുന്നത് എന്ന് എഴുത്തുകാരൻ പറയാതെ പറയുന്നില്ലേ ഇവിടെ? വിമാനത്തിൽ നിന്നും എത്രയോ മണിക്കൂറുകൾക്ക് മുമ്പ് കിട്ടിയ ഇത്തിരി പച്ചവെള്ളം മാത്രമായിരുന്നു എൻ്റെ അന്നത്തെ അതുവരെയുള്ള ആഹാരം. വല്ലതും കഴിച്ചിട്ടിറങ്ങാൻ ശശി നിർബന്ധിച്ചിട്ടും കാലത്തെ വെപ്രാളത്തിനു കഴിക്കാൻ തോന്നിയിരുന്നില്ല. വിമാനത്തിൽ നിന്ന് കിട്ടിയ എന്തൊക്കെയോ ആഹാരങ്ങൾ കഴിക്കേണ്ട വിധം നിശ്ചയമില്ലാതിരുന്നതിനാൽ കഴിക്കാനും പറ്റിയില്ല. എനിക്ക് സത്യത്തിൽ നന്നായി വിശക്കുന്നുണ്ടായിരുന്നു. ഒരു പ്രാവശ്യം മണൽ വാരി കരയ്ക്ക് അടുപ്പിക്കുമ്പോഴുണ്ടാകുന്ന മാതിരിയുള്ള കത്തുന്ന വിശപ്പ്. എയർപോർട്ടിൽ വെച്ച് വിശപ്പിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാനിപ്പോൾ വിശന്നു ചത്തേക്കുമെന്നാണ് ഹക്കീം പറഞ്ഞത്. അർബാബ്, ഈ വണ്ടി എവിടെയെങ്കിലും ഒന്ന് നിർത്തി ഞങ്ങൾക്കിത്തിരി ആഹാരം വാങ്ങിച്ചു തരൂ, ഞങ്ങൾക്ക് ഇത്തിരി വെള്ളം മേടിച്ചു തരൂ എന്ന് അലറി വിളിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ശബ്ദം തൊണ്ടയിൽ കുരുങ്ങിക്കിടന്നതല്ലാതെ ഒട്ടും പുറത്തേക്ക് വന്നതേയില്ല. പേടിയായിരുന്നു. ആ നിലവിളി അർബാബിന് ഇഷ്ടമായില്ലെങ്കിലോ എന്ന പേടി. അതുതന്നെയുമല്ല, കനത്ത ഇരുട്ടല്ലാതെ ആഹാരം കഴിക്കാൻ പാകത്തിൽ കടകൾ എന്തെങ്കിലും ഉള്ളതിന്റെ സൂചന വഴി കാണിച്ചതുമില്ല. വണ്ടി മൺപാതയിലൂടെ ഓട്ടം തുടങ്ങിയിട്ടു തന്നെ മണിക്കൂർ ഒന്നെങ്കിലും പിന്നിട്ടിരിക്കണം. കുലുങ്ങി കുലുങ്ങി എനിക്ക് നടുവേദനിക്കാൻ തുടങ്ങിയിരുന്നു. ശ്വസിക്കാൻ ബുദ്ധിമുട്ടും വിധത്തിൽ
പൊടിപടലങ്ങൾ ഉയർന്നു പൊങ്ങുന്നുണ്ട്. എന്തൊരു യാത്രയാണിത് എന്റെ പടച്ചോനെ, ഞാൻ അറിയാതെ പറഞ്ഞുപോയി. അന്നേരം മുതൽ എന്തെന്നറിയാത്ത ഭീതി ഒരു മണിയനീച്ചയെപ്പോലെ എന്റെ മനസ്സിനെ വലം വെച്ചു തുടങ്ങി. അകാരണമായ ഒരു സംശയം മനസ്സിനെ ഇറുക്കാൻ തുടങ്ങി. ഞാൻ മോഹിച്ച തരം, ഞാൻ സ്വപ്നം കണ്ട തരം ഒരു ഗൾഫിലേക്കല്ല എന്റെ ഈ യാത്ര നീളുന്നത് എന്നൊരു തോന്നൽ. വെറുതെ ഒരു തോന്നൽ. ഞാൻ ആരിൽ നിന്നൊക്കെയോ കേട്ടറിഞ്ഞ ഗൾഫ് ഇങ്ങനെയൊന്നുമല്ല. എന്തോ എവിടെയോ ഒരു കുഴപ്പം മണക്കുന്നത് പോലെ. ഒന്നും വ്യക്തമല്ല. ഈ സംശയം ഹക്കീമിനോട് പങ്കുവച്ചിരുന്നെങ്കിൽ അല്പം ആശ്വാസം കിട്ടുമായിരുന്നു. എന്നാൽ അവൻ നല്ല ഉറക്കമാണ്. ഉറങ്ങട്ടെ. ഒരുപക്ഷെ എന്റെ ആധി കേട്ടിരുന്നെങ്കിൽ അവൻ അപ്പോഴേ കരച്ചിൽ തുടങ്ങുമായിരുന്നിരിക്കണം. സമയം എത്രയായെന്ന് അറിയാൻ യാതൊരു മാർഗവും ഉണ്ടായിരുന്നില്ല. ശശിക്ക് വാച്ചൂരിക്കൊടുക്കാൻ തോന്നിയ നിമിഷത്തെ വീണ്ടും ശപിച്ചു. അല്ലെങ്കിൽ എത്തുമ്പോൾ എത്തട്ടെ, സമയം അറിഞ്ഞിട്ട് എന്തു ചെയ്യാൻ? എന്റെ സ്വന്തം അർബാബിന്റെ വാഹനത്തിലാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ കയ്യിൽ എന്റെ ജീവിതം സുരക്ഷിതവും ശോഭനവുമാണ്. പിന്നെ സമയത്തെയോർത്ത് ഞാൻ എന്തിനു വേവലാതിപ്പെടണം? ഞാൻ വണ്ടിയുടെ പിറകിൽ ഉണ്ടായിരുന്ന ഒരു പുൽക്കെട്ടിലേക്ക് തല മെല്ലെ ചായ്ച്ചു വെച്ചു കിടന്നു. മേലെ ആകാശത്തെ നക്ഷത്രങ്ങൾ അവയുടെ വെളിച്ചം ഒളിപ്പിച്ച് ഉറക്കമായി കഴിഞ്ഞിരുന്നു. വെറുതെ ആ കറുത്ത ആകാശശൂന്യതയിലേക്ക് കണ്ണുമിഴിച്ച് ഞാൻ കിടന്നു. വണ്ടിയുടെ ഒടുങ്ങാത്ത കുലുക്കവും ഇരമ്പലും എനിക്ക് ആ യാത്രാക്ഷീണത്തിൽ താരാട്ടായി. ആ കിടപ്പിൽ കിടന്ന് ഞാൻ എപ്പോഴോ ഉറങ്ങിപ്പോയി. നല്ലൊരു ജീവിതം സ്വപ്നം കണ്ട് അർബാബിനോടൊപ്പം പോയ നമ്മുടെ നജീബിനും ഹക്കീമിനും പിന്നീട് എന്തെല്ലാം നേരിടേണ്ടി വന്നു എന്നെല്ലാം കൂട്ടുകാർ സിനിമയിൽ കണ്ടിരിക്കും. എങ്കിലും ആടുജീവിതം എന്ന നോവൽ നിങ്ങളുടെ സ്കൂൾ ലൈബ്രറിയിൽ നിന്നും തെരഞ്ഞെടുത്ത് വായിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഈ നോവൽ വായനയിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന അറിവും അനുഭൂതിയും പറഞ്ഞറിയിക്കാനാവുന്നതല്ല. കുട്ടികളെ, നമ്മൾക്കിനി ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം നോക്കൂ. അന്നേരം മുതൽ എന്തെന്നറിയാത്ത ഭീതി ഒരു മണിയനീച്ചയെപ്പോലെ എന്റെ മനസ്സിനെ വലം വെച്ചു തുടങ്ങി. ഈ വാക്യത്തിൽ നിന്ന് നജീബിന്റെ യാത്രയെക്കുറിച്ചുള്ള എന്തെല്ലാം സൂചനകൾ കണ്ടെത്താം? ജീവിതത്തെക്കുറിച്ചുള്ള വലിയ പ്രതീക്ഷകളുമായാണ് നജീബ് ഹക്കീമിനോടൊപ്പം റിയാദിലെത്തുന്നത്. എന്നാൽ അർബാബിന്റെ മോശമായ പെരുമാറ്റവും ഏറെ നേരം നീണ്ട യാത്രയും കഠിനമായ വിശപ്പും എല്ലാം കൂടി ചേർന്ന് നജീബിൽ വല്ലാത്ത പേടി ഉളവാക്കി. ഭീതി ഒരു മണിയനീച്ചയെപ്പോലെ എന്റെ മനസ്സിനെ വലം വെച്ചു തുടങ്ങി എന്നാണ് ഇവിടെ എഴുത്തുകാരൻ പറഞ്ഞിരിക്കുന്നത്. കുട്ടികളെ, മണിയനീച്ചയുടെ സ്വഭാവം എങ്ങനെയാണ്? അത് നമ്മെ ചുറ്റിക്കൊണ്ടേയിരിക്കും, അല്ലേ? അതുപോലെ നജീബിന്റെ ഉള്ളിൽ ഭയം ചുറ്റിക്കൊണ്ടിരുന്നു എന്നാണ് പറയുന്നത്. അതിന്റെ കാരണങ്ങളാണ് ആദ്യം പറഞ്ഞത്. ഉത്തരം കൂട്ടുകാർ എഴുതുമല്ലോ. അടുത്ത ചോദ്യം നോക്കൂ. മലയാളത്തിന്റെ പ്രിയ കവി സച്ചിദാനന്ദന്റെ താജിൽ വീണ്ടും എന്ന കവിതയിലെ വരികളാണിത്. മരുഭൂമിയിൽ മരിക്കുന്ന ഒട്ടകത്തിനറിയാം നീരുറവയുടെ ആഴം. കിണറ്റിലെ തവളയോട് ചോദിക്കൂ കടലിന്റെ വലുപ്പം. എന്താണ് ഈ വരികളിൽ പറയുന്നത്? മരുഭൂമിയിൽ മരിക്കുന്ന ഒട്ടകത്തിന് നീരുറവയുടെ ആഴവും ആവശ്യവും അറിയാം. തവള വസിക്കുന്നത് ഇടുങ്ങിയ കിണറ്റിലാണ്. ഒട്ടും സ്വാതന്ത്ര്യമില്ലാത്ത കിണറിൽ നിന്നും കടലിലേക്ക് എത്തണം എന്ന ആഗ്രഹമാണ് തവളയ്ക്കുള്ളത്. ഈ കവിതാഭാഗത്തെ ആശയതലത്തിന്റെ അടിസ്ഥാനത്തിൽ നജീബിന്റെ മരുഭൂമിയിലെ അനുഭവങ്ങൾ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. എങ്ങനെ തയ്യാറാക്കാം? മരുഭൂമിയിൽ മരിക്കുന്ന ഒട്ടകത്തിനുണ്ടാകുന്ന ആവശ്യവും കിണറ്റിലിരുന്നു കൊണ്ട് കടലിന്റെ വലുപ്പം സ്വപ്നം കാണുന്ന തവളയുടെ ആവശ്യവും വിരൽ ചൂണ്ടുന്നത് നിലനിൽപ്പിലേക്കും അതിജീവനത്തിലേക്കുമാണ്. അതുപോലെ തന്നെയാണ് നജീബും മരുഭൂമിയിൽ എത്തപ്പെട്ടിരിക്കുന്നത്. സ്വന്തം നാട്ടിൽ നിന്നും മറ്റൊരു നാട്ടിലേക്ക് ജീവിത സ്വപ്നങ്ങളുമായി എത്തിയ നജീബിനെ തുടർന്നുണ്ടാകുന്ന അനുഭവങ്ങൾ ആശങ്കപ്പെടുത്തുന്നുണ്ട്. ആദ്യ ദിനം തന്നെ നജീബിനുണ്ടായത് കവിതയിലെ ഒട്ടകത്തിനും തവളയ്ക്കും ഉണ്ടായ ചിന്തകൾ തന്നെയാണ്. എങ്കിലും പ്രയാസങ്ങൾക്കിടയിലും നജീബ് സ്വപ്നങ്ങളും പ്രതീക്ഷകളും കാത്തുസൂക്ഷിക്കുന്നു എന്നതും ശ്രദ്ധേയമാണ്. കുട്ടികളെ, വളരെ രസകരമായ ഒരു ചോദ്യമാണിത്.
ഗൾഫിലെ ആദ്യ ദിവസത്തെ യാത്രാനുഭവത്തെക്കുറിച്ച് നജീബ് തന്റെ കൂട്ടുകാരന് അയക്കാനിടയുള്ള ശബ്ദ സന്ദേശം വോയിസ് മെസ്സേജ് തയ്യാറാക്കുക. നോവലിലെ നജീബിന്റെ കയ്യിൽ സമയം നോക്കുവാനുള്ള വാച്ച് പോലും ഇല്ലെന്നുള്ള കാര്യം ഓർക്കണം. നിങ്ങൾ നജീബിന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് വേണം ശബ്ദ സന്ദേശം തയ്യാറാക്കുവാൻ. സംസാര ഭാഷയിൽ, നമ്മുടെ പ്രാദേശിക സംസാര ഭാഷയിൽ വേണം സന്ദേശം തയ്യാറാക്കുവാൻ. ശബ്ദ സന്ദേശം എന്ന് പറയുമ്പോൾ വളരെ നീണ്ടതൊന്നും ആയിരിക്കില്ല അല്ലേ? പറയാനുള്ള കാര്യങ്ങൾ വളരെ ചുരുക്കി സംസാര ഭാഷയിൽ അറിയിക്കുകയാണ് ചെയ്യേണ്ടത്. അടുത്ത ചോദ്യം നോക്കൂ. വിമാനത്തിൽ നിന്നും എത്രയോ മണിക്കൂറുകൾക്ക് മുമ്പ് കിട്ടിയ ഇത്തിരി പച്ചവെള്ളം മാത്രമായിരുന്നു എൻ്റെ അന്നത്തെ അതുവരെയുള്ള ആഹാരം. അടിവരയിട്ടിരിക്കുന്ന പദം നൽകുന്ന അർത്ഥമെന്ത്? ഇതുപോലെ പച്ച ചേർന്നു വരുന്ന കൂടുതൽ പദങ്ങൾ കണ്ടെത്തി അർത്ഥതലം വ്യക്തമാക്കുക. ഉദാഹരണം: പച്ചപ്പരിഷ്കാരി, പച്ച മനുഷ്യൻ. കുട്ടികളെ, പച്ചവെള്ളം എന്നാൽ എന്താണ്? പച്ച നിറത്തിലുള്ള വെള്ളമാണോ? അല്ല, ചൂടാക്കാത്ത സാധാരണ വെള്ളമാണ് പച്ചവെള്ളം. പച്ചവെള്ളം മാത്രമായിരുന്നു എൻ്റെ അന്നത്തെ അതുവരെയുള്ള ആഹാരം എന്ന് പറയുമ്പോൾ നജീബിന്റെ അവസ്ഥ നമ്മൾക്ക് പൂർണ്ണമായും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അല്ലേ? പച്ചപ്പരിഷ്കാരി എന്നാൽ എന്താണ്? ഏറ്റവും പുതിയ പരിഷ്കാരം സ്വീകരിച്ചയാൾ എന്നാണ് അർത്ഥം. പച്ച മനുഷ്യൻ എന്നാലോ? കളങ്കമില്ലാത്ത നിഷ്കളങ്കനായ മനുഷ്യൻ എന്നാണ്. പച്ച ചേർന്നു വരുന്ന കൂടുതൽ പദങ്ങൾ കണ്ടെത്തി അർത്ഥതലം വ്യക്തമാക്കുക എന്നതാണ് ചോദ്യം. ഉദാഹരണം: പച്ചമാങ്ങ. പഴുക്കാത്ത മാങ്ങയെയാണ് പച്ചമാങ്ങ എന്ന് പറയുന്നത്. പച്ചോന്ത്. പച്ച നിറത്തിലുള്ള ഓന്താണ് പച്ചോന്ത്. പക്ഷെ അതിനൊരു പ്രത്യേകതയുണ്ട്: നിറം മാറാനുള്ള കഴിവ്. അതുപോലെ സാഹചര്യത്തിനനുസരിച്ച് നിറം മാറുന്ന മനുഷ്യരെ സൂചിപ്പിക്കുവാനും പച്ചോന്ത് എന്ന പദം നാം ഉപയോഗിക്കാറുണ്ട്. കൂടുതൽ ഉദാഹരണങ്ങൾ കൂട്ടുകാർ കണ്ടെത്തുമല്ലോ. കുട്ടികളെ, നമ്മുടെ അവസാന ചോദ്യമാണിത്. ആടുജീവിതം എന്ന നോവലിനെ കുറിച്ച് മലയാളത്തിലെ പ്രശസ്ത എഴുത്തുകാരി പി വത്സല എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം. മധുരമായ ഗദ്യം, അനുഭവതീവ്രമായ പ്രമേയം, മലയാളിത്തം എല്ലാം ഒത്തിണങ്ങിയ നോവലാണ് ബെന്യാമിന്റെ ആടുജീവിതം. മരുഭൂമിയുടെ വിഭ്രാമകമായ സൗന്ദര്യം, മരുലോകത്തിന്റെ സവിശേഷതകൾ, ഇതൊന്നും മലയാള നോവലിൽ ഇത്ര ആഴത്തിൽ ഇതിനു മുമ്പ് രേഖപ്പെടുത്തിയിട്ടില്ല. മലയാള സാഹിത്യത്തെയും ഭാഷയെയും ഈ നോവൽ ഏറെ ഉയരത്തിലെത്തിച്ചിരിക്കുന്നു. പി വത്സല ആടുജീവിതത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത് മനസ്സിലാക്കിയല്ലോ. ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഈ നോവൽ വായിച്ച് പുസ്തകാസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. കൂട്ടുകാരുടെ ആസ്വാദനക്കുറിപ്പുകൾ ശേഖരിച്ച് പതിപ്പ് തയ്യാറാക്കാം. കുട്ടികളെ, നോവൽ വായിക്കുവാനുള്ള അവസരം ഒരിക്കലും പാഴാക്കരുത്. അത്രമേൽ മികച്ച ഒരു രചനയാണ് ആടുജീവിതം. നോവൽ വായിച്ച് നല്ലൊരു പുസ്തകാസ്വാദനക്കുറിപ്പ് തയ്യാറാക്കണേ. എങ്ങനെ എളുപ്പത്തിൽ വളരെ നല്ല രീതിയിൽ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാം എന്നൊരു വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. ആവശ്യമുള്ളവർക്ക് അത് കാണാം. കുട്ടികളെ, ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും കമന്റിലൂടെ അറിയിക്കണേ. അതോടൊപ്പം ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.